വോട്ടർമാരോട് നന്ദി അറിയിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തിരുച്ചിറപ്പള്ളിയിലെത്തി. സെന്റ് ജോസഫ് കോളേജ് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ വിജയ് പ്രസംഗിക്കും. വിശദാംശങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, വലിയ ഒരു അപ്രതീക്ഷിത വിജയമാണ് തമിഴ്നാട്ടിൽ വിജയും ടി.വി.കെയും നേടിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു നന്ദി പ്രസംഗമാണ് വിജയ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പ്രസംഗം? എപ്പോഴാണ് പൊതുയോഗം എപ്പോഴാണ് നടക്കുന്നത്? അഖില രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് വിജയിച്ചിരുന്നത്. ഒന്ന് പെരമ്പൂരും ഒപ്പം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലവും. ഇത് അധികാരം എത്തിയതിന് പിന്നാലെ തന്നെ അദ്ദേഹം പെരമ്പൂർ നിലനിർത്തുകയും ഒപ്പം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ ഒഴിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിജയത്തിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ മണ്ഡലത്തിൽ എത്തുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചെന്നൈക്ക് പുറത്തുള്ള ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഏതായാലും ടി.വി.കെയും പ്രവർത്തകരും. അല്പം മുമ്പാണ് അദ്ദേഹം ട്രിച്ചിയിൽ വിമാനമിറങ്ങിയത്. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം ഇപ്പോൾ സെന്റ് ജോസഫ് കോളേജിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സെന്റ് ജോസഫ് കോളേജിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഏതാണ്ട് 5000-ലധികം പേർ അവിടെ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ ടി.വി.കെ നേതാക്കളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ തിരക്ക്, പ്രവർത്തകരുടെയും ഒക്കെ തന്നെ വലിയ തിരക്ക് സെന്റ് ജോസഫ് കോളേജിലുണ്ട്. വിജയ് എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും റോഡിന്റെ ഇരുവശത്തും ആളുകളെ കാണാം. കാരണം വലിയ തോതിൽ വിജയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനൊക്കെ തന്നെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. വിജയ് കാരവന്റെ ഏറ്റവും മുൻവശത്തിരുന്നു കൊണ്ട് പ്രവർത്തകരെയും ഒപ്പം തന്നെ വോട്ടർമാരെയും ഒക്കെ തന്നെ കൈവീശി കാണിക്കുന്നതും കാണാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സെന്റ് ജോസഫ് കോളേജിലെത്തും. അവിടെ വിജയ് പ്രസംഗിക്കുകയും ചെയ്യും. കാരണം നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമാണ് വിജയ് ചില പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെ നടത്തിയത്. അതിനുശേഷം അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഡൽഹിയിലടക്കം അദ്ദേഹം മാധ്യമങ്ങളെ കാണാത്തതൊക്കെ തന്നെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. ഒപ്പം തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ആരായിരിക്കും സ്ഥാനാർത്ഥി നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നും പ്രവർത്തകർ ഏതായാലും ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പൊതുയോഗം ആരംഭിക്കും. അഖില, രഗേഷ്, ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? കാരണം വിജയ് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും നിരവധി ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രത്യേകം തയ്യാറാക്കിയ സെന്റ് ജോസഫ് കോളേജിലാണ് ചടങ്ങ് നടക്കുന്നതെങ്കിലും പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഈ പരിപാടി ഏതായാലും നടക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ തന്നെ സർക്കാരും ഒപ്പം തന്നെ ടി.വി.കെയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഏതാണ്ട് 5000-ലധികം പേർക്ക് മാത്രമാണ് പ്രവേശനം എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ വലിയ തോതിൽ ആൾക്കൂട്ടം എത്തിച്ചേരാറുണ്ട്. കാരണം കരൂർ ദുരന്തം നമുക്കറിയാവുന്നതാണ്. മാത്രവുമല്ല, അതിനുശേഷം വിജയുടെ പല പൊതുയോഗങ്ങൾക്കുമൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ ഇരച്ചെത്തുന്നത് കണ്ടതാണ്. വിജയ് നേരത്തെ പലയിടത്തും വേളാങ്കണ്ണിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വിജയ് എത്തുമെന്ന് കരുതി പള്ളിക്ക് മുമ്പിലൊക്കെ തന്നെ ആളുകൾ തടിച്ചുകൂടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷമുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നിർദ്ദേശമൊക്കെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് 5000-ലധികം കൂടുതൽ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇനി വിജയ് എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അതിലേക്കാണ് ടി.വി.കെ പ്രവർത്തകരും ഒപ്പം തന്നെ വോട്ടർമാരും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അഖില, ശരി, സെന്റ് ജോസഫ് കോളേജ് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തിലാണ് വിജയ് പ്രസംഗിക്കുന്നത്. വിജയ് എന്താണ് പറയുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.